എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്, ഹാപ്പി മദേഴ്സ് ഡേ. അപ്പൊ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നെക്സ്റ്റ് വീക്കിൽ പ്രധാനപ്പെട്ട ഇവന്റ്സുകൾ എന്തൊക്കെയാണ്, ലാസ്റ്റ് വീക്കിൽ എന്തൊക്കെ പോസിറ്റീവ് ന്യൂസ് ഉണ്ടായിരുന്നു, നെഗറ്റീവ് ന്യൂസ് ഉണ്ടായിരുന്നു, അതെങ്ങനെയാണ് നെക്സ്റ്റ് വീക്കിൽ അഫക്റ്റ് ആവാനായിട്ട് പോകുന്നത്, പിന്നെ നെക്സ്റ്റ് വീക്കിലെ പ്രധാനപ്പെട്ട ഇവന്റുകൾ എന്തൊക്കെയാണ്, നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഒക്കെ സപ്പോർട്ട് ലെവൽ, റെസിസ്റ്റൻസ് ലെവൽ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ അതിനു മുന്നേ ഡിസ്ക്ലൈമർ ആവർത്തിക്കുകയാണ്, ഞാൻ സെബി രജിസ്റ്റർഡ് ആയിട്ടുള്ള അനലിസ്റ്റ് അല്ല. ഈ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ്. അപ്പൊ മെയ് ഫസ്റ്റ് വീക്കിൽ എന്തൊക്കെ പോസിറ്റീവ് ന്യൂസ് ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ അതില് ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് നിയർലി $120 ലാസ്റ്റ് വീക്കില് പെർ ബാരൽ വന്നിരിക്കുന്നത് ഒരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ പോസിറ്റീവ് ന്യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് മിഡ് ക്യാപ്പിന്റെയും സ്മോൾ ക്യാപ്പിന്റെയും ഏർണിംഗ്സ് റിപ്പോർട്ട് എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ബെറ്റർ ആയിട്ട് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിഫ്റ്റി മിഡ് ക്യാപ്പ് ഓൾ ടൈം ഹൈ, അതായത് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. നല്ലൊരു റാലി ഉണ്ടായിരുന്നത് രണ്ടാമത്തെ പോസിറ്റീവ് ന്യൂസ്. പിന്നെ തേർഡ് പോസിറ്റീവ് ന്യൂസ് എന്ന് പറയുമ്പോൾ റുപ്പി ലാസ്റ്റ് വീക്ക് ഓൾ ടൈം ലോ, അതായത് 95.45 നിന്ന് അപ്രീഷിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ₹1, അതായത് 94.48 വന്ന് സെറ്റിൽ ആയിരിക്കുകയാണ്. ഈ 3 പോസിറ്റീവ് ന്യൂസ് ആണ് ഉള്ളത്. പിന്നെ നെഗറ്റീവ് ന്യൂസ് എന്ന് പറയുമ്പോൾ ഗ്ലോബൽ അൺസർട്ടനിറ്റി കണ്ടിന്യൂ ആയി എന്നുള്ളതാണ്. അതായത് ഇറാന്റെ വാർ സ്റ്റാർട്ട് ആയത് ഫെബ്രുവരി 28 ഇപ്പൊ മെയ് 1 വരെ അൺസർട്ടനിറ്റി ഇങ്ങനെ ഒരു വാർ കണ്ടിന്യൂ ആകുന്നു. അപ്പൊ ഇറാൻ 15 പ്രപ്പോസൽ പോയിന്റ്സ് കൊടുത്തിരിക്കുകയാണ്. അതായത് 3 മാസം ആകും മീഡിയേറ്റേഴ്സ് വെച്ച് സംസാരിക്കാം എന്നുള്ള ന്യൂസ് വരുന്നുണ്ട്. അതേസമയം തന്നെ ഇറാൻ US ഡ്രോൺ അറ്റാക്കും നടത്തിയിട്ടുണ്ട്. പിന്നെ US ഷിപ്പിലും അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇസ്രായേൽ ലെബണൻ അറ്റാക്കും നടന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു നെഗറ്റീവ് ന്യൂസ് ആണ്. പിന്നെ രണ്ടാമത്തെ നെഗറ്റീവ് ന്യൂസ് എന്ന് പറയുമ്പോൾ ഹന്ത വൈറസ്, അതായത് അർജന്റീനയുടെ ഷിപ്പില് വെസ്റ്റ് ആഫ്രിക്കയിൽ ഡിപ്പാർട്ട് ആവുന്ന ആ ഒരു ഇതില് 10 ആൾക്കാർക്ക് ഈ ഒരു ഹന്ത വൈറസ് അറ്റാക്ക് പിടിപെട്ടു. അതില് 3-4 പേര് മരിച്ചുപോയി എന്നുള്ള ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഹന്ത വൈറസ് സ്പ്രെഡ് ആകാതിരിക്കാൻ ആയിട്ടുള്ള ഇതൊക്കെ അവര് ചെയ്യുന്നുണ്ട്. അതായത് എല്ലാവർക്കും ചെക്കപ്പ്, അതിന്റെ ശുശ്രൂഷ കൊടുക്കുന്നുണ്ട്. വേറെ കൺട്രീസിലൊന്നും ഇത് വളരാതെ ഇരിക്കാൻ, കാരണം ഈ കോവിഡ് പോലത്തെ ഒരു വൈറസ് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഹന്ത വൈറസ് സ്പ്രെഡ് ആവുന്നത് ഒരു നെഗറ്റീവ് ന്യൂസ് ആണ്. അത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. ഇതൊരു രണ്ടാമത്തെ നെഗറ്റീവ് ന്യൂസ്. പിന്നെ മൂന്നാമത്തെ നെഗറ്റീവ് ന്യൂസ് എന്ന് പറയുമ്പോൾ FISന്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള സെല്ലിംഗ് ആണ്. അപ്പോൾ FISന്റെ സെല്ലിംഗ് പവർ ഇൻക്രീസ് ആക്കിയിരിക്കുന്നതും അത് കണ്ടിന്യൂ ആകുന്നതും ഒരു നെഗറ്റീവ് ന്യൂസ് തന്നെയാണ്. പിന്നെ മാർക്കറ്റ് പോസിറ്റീവ് ആകണമെങ്കിൽ റുപ്പി ഒരു 90 ഒക്കെ വരണം, എന്നാലേ മാർക്കറ്റ് നല്ല ഒരു ബൗൺസ് ബാക്ക് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ ലാസ്റ്റ് വീക്കിൽ നോക്കുകയാണെങ്കിൽ സെൻസസ് 440 പോയിന്റ്സ് ഹൈയിലാണ് ക്ലോസ് ആയത്. 77,028 വന്നിട്ട് സെറ്റിൽ ആയിരിക്കുന്നു. അതുപോലെ നിഫ്റ്റി 178 പോയിന്റ്സ് ഹൈയില് ക്ലോസ് ആയിരിക്കുകയാണ്. 0.47% ഹൈയില് 24,176 സെറ്റിൽ ആയിരിക്കുന്നു. പിന്നെ സ്മോൾ ക്യാപ്പ് 4% ഹൈയില് ക്ലോസ് ആയി ലാസ്റ്റ് വീക്ക്. അതുപോലെ മിഡ് ക്യാപ്പും 3.5% ഹൈയില് ക്ലോസ് ആയിരിക്കുകയാണ്. പിന്നെ ലാസ്റ്റ് വീക്ക് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 21,392 crores ബൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് FIS 11,072 crores സെൽ ചെയ്തിരിക്കുന്നു. അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ട് ലാസ്റ്റ് വീക്കിന്റെ. ഇനി കമ്മിങ് വീക്കില് പ്രധാനപ്പെട്ട ഇവന്റുകൾ എന്തൊക്കെയാണ്, അപ്പൊ അതെല്ലാം തന്നെ ടെലഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. മലയാളം ഷെയറുടെ ടെലഗ്രാം ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.
കാരണം ഡെയിലി സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ അതോടൊപ്പം തന്നെ ടോപ്പ് ബ്രോക്കറേജസ് നൽകുന്ന കോൾസുകൾ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. പിന്നെ പ്ലേലിസ്റ്റ് നിങ്ങൾ ചെക്ക് ചെയ്താൽ ബിഗിനേഴ്സിന് വേണ്ടി ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതായത് ബേസിക് വീഡിയോസ്, പിന്നെ ക്രൂഡ് ഓയിൽ റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രാറ്റജി, ഹൗ ടു ലേണിംഗ് വീഡിയോസ് പറഞ്ഞിട്ട് 50ഓളം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ മെയ് 11-ാം തീയതി തിങ്കളാഴ്ച ചൈനയുടെ ഇൻഫ്ലേഷൻ റേറ്റ് വരും. പ്രീവിയസ് 1%, ഇപ്പൊ ഫോർകാസ്റ്റ് 0.9% ആണ്. രാവിലെ 7:30 മണിക്ക് US-ന്റെ എക്സിറ്റിംഗ് ഹോം സെയിൽസ് ഡേറ്റ വരും. പിന്നെ ട്യൂസ്ഡേ മെയ് 12-ാം തീയതി 4 മണി ഈവനിക്ക് ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ വരുന്നുണ്ട്. പ്രീവിയസ് ആയിട്ട് 3.4%, ഫോർകാസ്റ്റ് 3.8%. അന്ന് തന്നെ ഈവനിങ് USA-യുടെ ഇൻഫ്ലേഷൻ വരുന്നുണ്ട്. 3.3% പ്രീവിയസും ഫോർകാസ്റ്റ് 3.6% ആകുന്നു. കോർ ഇൻഫ്ലേഷൻ 2.6, ഫോർകാസ്റ്റ് 2.6 തന്നെയാണ്. പിന്നെ ബുധനാഴ്ച ഇവന്റുകൾ ഈവനിങ് USA-യുടെ PPI ഡേറ്റ വരുന്നുണ്ട്. പ്രീവിയസ് ആയിട്ടുള്ളത് 0.5%, ഫോർകാസ്റ്റ് 0.4% ആകുന്നു. പിന്നെ വ്യാഴാഴ്ച മെയ് 14-ാം തീയതി ഇംഗ്ലണ്ടിന്റെ GDP ഗ്രോത്ത് 1% ആണ്. പ്രീവിയസ് ഫോർകാസ്റ്റ് 1.4%. പിന്നെ ഉച്ചയ്ക്ക് 12 മണിക്ക് ഇന്ത്യയുടെ WPI ഇൻഫ്ലേഷൻ വരുന്നുണ്ട്. പ്രീവിയസ് ആയിട്ട് 3.88%, ഫോർകാസ്റ്റ് 4.7% ആണ്. പിന്നെ ഈവനിങ് വരുന്നത് USA-യുടെ റീറ്റെയിൽ സെയിൽസ് ഡേറ്റ. ഈ ഒരു പ്രധാനപ്പെട്ട ഇവന്റുകളാണ് നെക്സ്റ്റ് വീക്കിൽ നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് ഉള്ളത്. ഓക്കെ, ഇനി FIS ഇൻഡെക്സ് ഫ്യൂച്ചറിൽ എത്ര പെർസെൻറ്റേജ് ആണ് ഷോർട്ടിലുള്ളത്, അത് നമ്മൾ പ്രധാനമായിട്ടും ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ലാസ്റ്റ് വീക്കിൽ 88% FIS ഷോർട്ടിലുള്ളത്. ബാക്കി എല്ലാവരും, അതായത് ക്ലൈന്റ് 73% ലോങ്ങില്, DAS 67% ലോങ്ങിലും, പ്രൊപ്പറേറ്റർ 16% ലോങ്ങിലുമാണ് തുടരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് ലെവലും അതുപോലെ റെസിസ്റ്റൻസ് ലെവലും നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ അതായത് ലാസ്റ്റ് വീക്കിൽ മാർക്കറ്റിന്റെ നിങ്ങൾ റേഞ്ച് നോക്കുകയാണെങ്കിൽ 24,500, പിന്നെ 23,900, ഈ ഒരു 500 പോയിന്റിനുള്ളിലാണ് ലാസ്റ്റ് ഒരു 5 ദിവസങ്ങളിലായിട്ട് മാർക്കറ്റിന്റെ മൂവ്മെന്റ് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നിഫ്റ്റിയുടെ സപ്പോർട്ട് ലെവലും റെസിസ്റ്റൻസ് ലെവൽ ഏതൊക്കെയാണ് എന്നുള്ളതും കൂടി നമുക്ക് ചെക്ക് ചെയ്യാം. ഇപ്പൊ സപ്പോർട്ട് ലെവൽ എന്ന് പറയുമ്പോൾ 23,900, അപ്പൊ അതിന് താഴേക്ക് പോയാൽ 23,800, ഇതാണ് സപ്പോർട്ട് ലെവല്. റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുമ്പോൾ 24,500, പിന്നെ 24,600. ഈ ഒരു റേഞ്ചാണ് നിഫ്റ്റിയുടെ സപ്പോർട്ട് ലെവലും റെസിസ്റ്റൻസ് ലെവലും വരുന്നത്. അപ്പൊ ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്, അതായത് നെക്സ്റ്റ് വീക്കില് ഏതൊക്കെ സ്റ്റോക്കുകൾ ബൈ റെക്കമെൻഡേഷൻ ടോപ്പ് ബ്രോക്കറേജസ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നോക്കാനായിട്ട് പോകുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തതെല്ലാം തന്നെ ലാസ്റ്റ് വീക്കിലത്തെ കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയുള്ള വീക്കിൽ നമുക്ക് ഏതൊക്കെ സ്റ്റോക്ക് മൂവ് ആവും, ടോപ്പ് ബ്രോക്കറേജസ് ഏതൊക്കെ സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് പോളിക്യാബ് ഇന്ത്യ. പോളിക്യാബ് ഇന്ത്യയാണ്. പോളിക്യാബ് ഇന്ത്യ 9,083, കുറച്ചൊരു പ്രൈസി സ്റ്റോക്ക് തന്നെയാണ്. അപ്പൊ ഈ ഒരു പ്രൈസി സ്റ്റോക്കിന് ബൈ റെക്കമെൻഡേഷൻ JM ഫിനാൻഷ്യൽസ് കൊടുത്തിരിക്കുകയാണ്. 15 മുതൽ 17% വരെ ഉയരാൻ സാധ്യതയുണ്ട് എന്ന് കൊടുത്തിരിക്കുന്നു. നുവാമ അതുപോലെ ജെഫ്രീസും ഈ ഒരു സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. സോ 9,740 വരെ പോകുമെന്ന് നുവാമ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നു. JM ഫിനാൻഷ്യൽസ് 9,700 റെക്കമെൻഡ് ചെയ്തിരിക്കുന്നു ടാർഗറ്റ്. ജെഫ്രീസ് 9,770 റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബട്ട് എപ്പോഴും നമ്മൾ നിയറസ്റ്റ് ടാർഗറ്റ് എടുക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് ഈ ഒരു സ്റ്റോക്ക്. അപ്പൊ ഇവരുടെ വാല്യുവേഷൻ നിങ്ങൾ ചെക്ക് ചെയ്തോളുക, അതുപോലെ ഫണ്ടമെന്റൽസും ചെക്ക് ചെയ്യുക. ഇതെല്ലാം ചെക്ക് ചെയ്തിട്ട് ടെക്നിക്കൽസും കൊള്ളാമെങ്കിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇതൊരു ഇൻഫർമേഷൻ വീഡിയോ എന്നുള്ള രീതിയിൽ ഞാൻ ഈ
റെക്കമെൻഡേഷൻസ് പറയുന്നേ ഉള്ളൂ. നെക്സ്റ്റ് വരുന്നത് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര. മഹീന്ദ്ര ഈ സ്റ്റോക്ക് 3330 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. അതായത് ബ്രോക്കറേജസ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ടാർഗറ്റിലേക്ക് വരാം. നുവാമ 3800 റുപ്പീസ് ടാർഗറ്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നു. JM ഫിനാൻഷ്യൽസും 3800 ആണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ജെഫ്രീസ് 4000 വരെ പോകും. അതായത് 18 മുതൽ 25% വരെ ഉയരുമെന്ന് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കുകളാണ്. നെക്സ്റ്റ് വരുന്നത് കോഫോർജ് ആണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. 1368 റുപ്പീസിൽ കറന്റ് ട്രേഡ് ചെയ്യുന്നു. അത്യാവശ്യം നല്ല ഒരു വാല്യുവേഷനും നല്ല ഹൈ ഡിവിഡൻഡ് ഈൽഡിംഗ് വരുന്ന IT സർവീസ് വിഭാഗത്തിൽ വരുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണ്. അപ്പൊ ഈ സ്റ്റോക്ക് റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. ടാർഗറ്റ് നമുക്ക് ചെക്ക് ചെയ്യാം. നുവാമ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് 2200 വരെ പോകുമെന്ന്. ജെഫ്രീസ് 1860 ടാർഗറ്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. ഈ രണ്ട് ടാർഗറ്റും കൂടി നിങ്ങൾ കൂടി എന്ത് ചെയ്യുക, ചെക്ക് ചെയ്തോളുക. നെക്സ്റ്റ് വരുന്നത് ലാർസൻ ആൻഡ് ടൂബ്രോ. സോ ലാർസൻ ആൻഡ് ടൂബ്രോ 3974 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. ലാർസൻ ആൻഡ് ടൂബ്രോയ്ക്ക് കൊടുത്തിരിക്കുന്ന ടാർഗറ്റ് 4700 JM ഫിനാൻഷ്യൽസ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. 4885 വരെ പോകുമെന്ന് ഈ ഒരു ജെഫ്രീസ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. 16 മുതൽ 19% വരെ ഉയരാൻ സാധ്യതയുണ്ട് എന്ന് ബൈ റെക്കമെൻഡേഷൻ കൊടുത്തിരിക്കുകയാണ്. ഇതും വാല്യുവേഷൻ ബെറ്റർ ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ്. ഡിവിഡൻഡ് ഈൽഡിംഗ് ചെറിയതായിട്ട് കൊടുക്കുന്ന ഒരു സ്റ്റോക്കും കൂടിയാണ്. അപ്പൊ നെക്സ്റ്റ് സ്റ്റോക്കിലേക്ക് കിടക്കാം. ഫസ്റ്റ് സോഴ്സ് സൊല്യൂഷൻ. 274 നല്ല ഒരു ബഡ്ജറ്റ് സ്റ്റോക്ക് നോക്കുന്നുണ്ട്. 300 രൂപയുടെ താഴെ ഹൈ ഡിവിഡൻഡ് ഈൽഡിംഗും വേണം എന്നുള്ള ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് കണ്ട 16% കയറിയിരിക്കുകയാണ്. ഈ സ്റ്റോക്ക് തുടർന്ന് ഉയരുമെന്നാണ് പല ബ്രോക്കറേജസുകളും റെക്കമെൻഡ് ചെയ്തിരിക്കുന്നതിൽ. നുവാമ 320 ടാർഗറ്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നു. JM ഫിനാൻഷ്യൽസ് 290 ആണ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു 19 മുതൽ 32% വരെ ഉയരും എന്ന് റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് വരുന്ന സ്റ്റോക്ക് ബ്രിഗേഡ് എന്റർപ്രൈസ്. ഈ ഒരു സ്റ്റോക്കാണ് 758 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. സോ ഈ സ്റ്റോക്കിന്റെ ബൈ റെക്കമെൻഡേഷൻ നമുക്ക് നോക്കാം. ടാർഗറ്റ് 1024 വരെ പോകുന്ന JM ഫിനാൻഷ്യൽസ്, 1040 വരെ പോകുന്ന നുവാമയും റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. 33 to 35% വരെ ഉയരാൻ സാധ്യതയുണ്ട് എന്ന് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നു. നെക്സ്റ്റ് സ്റ്റോക്കിലേക്ക് കിടക്കാം. ഹീറോ മോട്ടോകോർപ്പ്. സോ 5322 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. വാല്യുവേഷൻ കൊള്ളാം, കാരണം പ്രൈസ് വെച്ചുമ്പോൾ പി നല്ല കുറവ്. ROC ROE ബെറ്റർ ആയിട്ടുണ്ട്. നല്ലൊരു ഡിവിഡൻഡ് ഈൽഡിംഗ് സ്റ്റോക്കുമാണ്. ഇന്ത്യസ് ഫസ്റ്റ് മോട്ടോർസൈക്കിൾ മാനുഫാക്ചർ ആണ്. സോ ഈ സ്റ്റോക്കിന്റെ ടാർഗറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ടാർഗറ്റ് 6000 വരെ പോകുന്ന നുവാമയും അതുപോലെ JM ഫിനാൻഷ്യൽ 6180 വരെ പോകുന്ന റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് 17 മുതൽ 20% വരെ ഉയരാൻ സാധ്യതയുണ്ട് എന്ന് റെക്കമെൻഡ് ചെയ്തിരിക്കുകയാണ്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് 197 കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഈ സ്റ്റോക്കാണ് പേടിഎം. ഓക്കെ, പേടിഎത്തിന് ബൈ റെക്കമെൻഡേഷൻ കൊടുത്തിരിക്കുന്നു. JM ഫിനാൻഷ്യൽസ് കൊടുത്തിരിക്കുന്നത് 1490 ടാർഗറ്റ്. അതുപോലെ പേടിഎം 1187 റുപ്പീസിൽ ട്രേഡ് ചെയ്തു. ഈ കുറച്ച് കൂടുതലാണ്. ഡിവിഡൻഡ് ഈൽഡിംഗ് അല്ല. സോ ഡിവിഡൻഡ് ഈൽഡിംഗ് സ്റ്റോക്ക് നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് അവോയ്ഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബൈ റെക്കമെൻഡേഷൻ JM ഫിനാൻഷ്യൽസ് 1490, ജെഫ്രീസ് 1350 റുപ്പീസുമാണ് ടാർഗറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ സ്റ്റോക്കുകളാണ് നെക്സ്റ്റ് 2 വീക്സിൽ നല്ല ഉയരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ സ്വിങ്ങിനൊക്കെ നമുക്ക് ഫോക്കസ് ചെയ്യാം എന്ന് പറഞ്ഞ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ പ്രയോജനപ്പെട്ടാൽ മറക്കാതെ മലയാളം ഷെയറുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും. പ്ലേലിസ്റ്റിൽ ബിഗിനേഴ്സിന് വേണ്ടിയുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതും കൂടി ചെക്ക് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം.
എല്ലാവർക്കും നന്ദി, നമസ്കാരം.